ഹായ് നമസ്കാരം. ഇന്ന് എനർജെക്സിൻ്റെ ആക്ഷൻ പ്ലാനിൽ നമ്മൾ 10ാമത്തെ ആക്ഷൻ പ്ലാനാണ് കേട്ടോ അതോറിറ്റി കണ്ടൻറ്റിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് കസ്റ്റമറുടെ പെയിൻ പോയിൻ്റ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയല്ല ആദ്യമായിട്ട് കസ്റ്റമറുടെ പെയിൻ പോയിൻ്റ് എന്താണ്, എന്ത് പ്രോഡക്റ്റാണ് കസ്റ്റമറിലേക്ക് വേണ്ടത്, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അങ്ങനെയുള്ളൊരു രീതിയിൽ മാറുകയാണ് നമ്മൾ വേണ്ടത്. നമ്മുടെ ബിസിനസ്സിൽ എനിക്ക് കസ്റ്റമർ പ്രോഡക്റ്റ് വാങ്ങാനില്ല. അതെന്താ വെച്ചാൽ ആരുടെ ബിസിനസ്സിലായാലും അവരുടെ സൊല്യൂഷന് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് അവർ വാങ്ങുകയാണ്. അങ്ങനെയാണ് കസ്റ്റമർ നമ്മളിലേക്ക് വരുന്നത്, ആരിലേക്കായാലും. അപ്പം അതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണ് കസ്റ്റമറുടെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു വഴി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് ഒരു കസ്റ്റമർ ആൻറ്റി ഡ്രാൻഡ്രഫിനുള്ള ഹെയർ ഓയിലോ ഷാമ്പോ എന്തോ വാങ്ങുന്നുണ്ട്. പക്ഷെ അവർക്ക് ഷാമ്പു വാങ്ങണമെന്ന് ആവശ്യമുണ്ടോ? അല്ല, അവരുടെ പ്രശ്നം കൊണ്ടാണ് അവരത് വാങ്ങുന്നത്. അപ്പം അത് മനസ്സിലാക്കി നമ്മൾ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ ഉള്ള ഒരു ശ്രമം നടത്തണം. ആ കസ്റ്റമർ നമ്മളെ അടുത്തേക്ക് വരുന്നത് അവർക്ക് താരനോടുള്ള ബുദ്ധിമുട്ട്, ചൊറിച്ചിൽ, പുകച്ചിൽ, അതുപോലെ തന്നെ അവരുടെ താരന കൊണ്ട് മൂടി പൊഴിച്ചിൽ, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും താരന കൊണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പം അതിനൊക്കെ ഒരു റെമഡി വേണമെന്ന് വിചാരിച്ചിട്ടാണ് അവർ വരുന്നത്. അതല്ലാതെ അവർ ഷാമ്പൂനോ അതല്ലെങ്കിൽ ഓയിലിനോ ആവശ്യം ഉണ്ടായിട്ടില്ലല്ലോ അവർ വരുന്നത്. അപ്പം അതിനുള്ള ഒരു വഴികളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കസ്റ്റമറുടെ പെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പേടി, അല്ലെങ്കിൽ അവരുടെ നിരാശ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, അസൗകര്യം, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും നിറവേറാത്തൊരു മാനസിക സമ്മർദ്ദം, ഇതിനൊക്കെ സൊല്യൂഷൻ ആവുന്ന ഒരു പ്രൊഡക്റ്റിനാണ് നമ്മൾ. അങ്ങനെ ആവുമ്പോഴേ കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. കസ്റ്റമർ പെയിന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പം 4 തരത്തിലുണ്ട് കേട്ടോ കസ്റ്റമറുടെ പെയിന്. നേരിട്ടുള്ള പെയിന് എന്താ വെച്ചാൽ നമുക്ക് ഒരു താരനൊക്കെ ഉണ്ടായ ചൊറിച്ചിൽ, അല്ലെങ്കിൽ ഓയിലി ഓയിലി ആയിട്ടുള്ള സ്കിന്നിന് ഓയിലിൻ്റെ കൺട്രോൾ, ഓയിൽ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ഡാൻഡ്രഫ് കൊണ്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നാകുന്ന ബുദ്ധിമുട്ട്, ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇമോഷണലായിട്ടുള്ള പെയിൻ ഉണ്ടാവും. എന്താ വെച്ചാൽ കസ്റ്റമർക്ക് ഇപ്പോൾ താരം കൊണ്ട് ചൊറിച്ചിൽ, അപ്പോൾ അത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അതിനുകൊണ്ടുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ കസ്റ്റമർക്ക് കാഴ്ചക്കുണ്ട്. അതുപോലെ ഉള്ളിലേക്ക് നല്ല ഫീലിംഗ് ഉണ്ടാവും. എന്താ വെച്ചാൽ എനിക്ക് ഒരാൾ മുഖത്ത് ഒരു ക്യാമറക്ക് മുന്നിൽ നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ മുഖം ഒരാളെ കാണാൻ പറ്റില്ല, അങ്ങനത്തെ ഫീലിംഗ് ഒക്കെ ഉള്ളിലേക്ക് നല്ലോണം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഫങ്ഷന് പോകുമ്പോൾ ഒരു കംഫോർട്ടില്ലായ്യ, എൻ്റെ ഫേസ് കാണുമ്പോൾ എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണ്, എൻ്റെ കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ വേറുള്ളവർ കാണുമ്പോൾ എനിക്ക് അത്രയും അതിലേറെ ഇമോഷണലി ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന കസ്റ്റമറുണ്ട്. ഇതിലൊക്കെയുള്ള പ്രശ്നം വെച്ചാൽ ഈ കോൺഫിഡൻറ്റ് കുറയുകയാണ്. അപ്പോൾ അതിനെ നമുക്കൊരു ഇമോഷണൽ പെയിൻ ആക്കിയിട്ട് നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ പെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ കൺവീനിയൻസ് പെയിൻ ഉണ്ടാവും. ഇതൊക്കെ ഓരോ പെയിനിൽ പെടുത്താവുന്നതാണ് നമുക്ക്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് പ്രോഡക്റ്റ് അല്ല ഫസ്റ്റ്, പ്രോബ്ലമാണ് ഫസ്റ്റ് എന്നാണ്. അപ്പം നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ട്രെൻഡിങ് ആണ്, അപ്പോൾ ആ ട്രെൻഡിങ് ഉള്ള പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ക്രീമോ എന്തെങ്കിലും തയ്യാറാക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ നമ്മളത് വാങ്ങി അത് കൊണ്ട് തയ്യാറാക്കി, എന്നിട്ട് നമ്മൾ ലേബിലൊട്ടിച്ചു, അതിൻ്റെ എല്ലാ ക്രിയകളും നമ്മൾ നടത്തി. എന്നിട്ട് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിന് കസ്റ്റമർ വരുമോ? ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ആ പ്രോഡക്റ്റിന് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ്. കസ്റ്റമറിൻ്റെ യഥാർത്ഥം പ്രോബ്ലം കണ്ടെത്തിയാൽ അവിടെ നമുക്ക് മാർക്കറ്റും ലഭിക്കും. അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റിനെ നമുക്ക് ഇങ്ങനെ വിലയിരുത്താം: കസ്റ്റമർ, പെയിന്, റിസർച്ച്, സൊല്യൂഷൻ, പ്രോഡക്റ്റ്, ടെസ്റ്റിങ്, ലോഞ്ച്. ഇങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തേണ്ടത്. അപ്പോൾ ഈ കസ്റ്റമർ പെയിന് കണ്ടെത്താൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം നമ്മൾ കസ്റ്റമറോട് ചോദിച്ച്
മനസ്സിലാക്കുക തന്നെയാണ്. ഒരു കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ അവരോട് നമ്മൾ ഏത് പ്രോഡക്റ്റ് വേണം എന്നല്ല ചോദിക്കേണ്ടത്, അവരുടെ പ്രോബ്ലം എന്താണ്, അതിനനുസരിച്ചുള്ള ഈ പ്രോബ്ലം തുടങ്ങിയിട്ട് എത്ര കാലമായി, ഇതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾ ചെയ്തത്, ഇതിന് നല്ലൊരു സൊല്യൂഷൻ ഞാൻ തയ്യാറാക്കി തന്നാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ടെസ്റ്റിമോണിയൽ നമ്മൾ ഉണ്ടാക്കി അവരിൽ നിന്ന് നമ്മളേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പ്രോഡക്റ്റിലേക്ക് നമുക്ക് അത് ആ ടെസ്റ്റിമോണിയൽ അപ്ലൈ ചെയ്താൽ മതി. രണ്ടാമതായിട്ട് പിന്നെ നമുക്ക് കോമൺ ആയിട്ട് വാട്സപ്പിലൂടെയൊക്കെ നമുക്ക് എല്ലാവരോടും അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വാട്സപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ പറയും. അപ്പോൾ അതിൽ കൂടുതൽ ഏത് പ്രശ്നമാണുള്ളത്, അപ്പം അതിനൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റായിട്ട് അത് മാറും. പിന്നെ കസ്റ്റമറുടെ റിവ്യൂ നമ്മൾ സൂക്ഷിക്കുക. ഓരോ കസ്റ്റമറും പറയുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ കസ്റ്റമർക്കും കിട്ടിയ റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചില കസ്റ്റമർക്ക് അവർക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അവരുടെ പ്രോബ്ലത്തിന് സൊല്യൂഷനായിരിക്കും. പക്ഷേ അവർക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അതിൽ സ്മെല്ല് ശരിയായിട്ടില്ല, അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചർ ശരിയായിട്ടില്ല, അങ്ങനത്തെ കസ്റ്റമറൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കുറിച്ച് വെക്കുക, എഴുതി വെക്കുക. എന്നിട്ട് ആ പ്രോഡക്റ്റ് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ നമ്മുടെ കമൻറ്റുകൾ നമ്മൾ നോക്കുക, എന്തൊക്കെ കമൻറ്റുകളാണ് വരുന്നത്. അതിൽ നിന്നുള്ള കൂടുതൽ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ ആ കൂടുതൽ കമൻറ്റുകൾ എന്തിനെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ എഴുതി സൂക്ഷിക്കുക. അതുപോലെ തന്നെ നിരന്തരം കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ എഴുതി സൂക്ഷിക്കുക. നമ്മുടെ സ്വയം ഊഹത്തിലും നമ്മുടെ സ്വയം സംശയത്തിലൊന്നും നമ്മൾ പ്രോഡക്റ്റുകൾ കസ്റ്റമർക്ക് കൊടുക്കാതിരിക്കുക. കസ്റ്റമറുടെ പ്രശ്നത്തിനനുസരിച്ചുള്ളത് നമ്മളുടെ പ്രോഡക്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കസ്റ്റമറോട് ഒരു മുടി പൊഴിച്ചിലുള്ള ഒരു കസ്റ്റമറോട് നമ്മൾ ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അവർ പറയും മുടി പൊഴിച്ചിലാണ്. അപ്പം ആ മുടി പൊഴിച്ചിൽ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നുന്നത്? അപ്പം അവർ പറയുകയാണ് എനിക്ക് മുടി ഇല്ലാതായി തോന്നും എന്നുള്ളൊരു ഫീലിംഗ് വരികയാണെന്ന്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ തയ്യാറാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറുടെ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് അത് എഴുതി വെക്കേണ്ട രീതിയിൽ എഴുതി വെക്കുക. ആദ്യം പറയും ചിലപ്പം എനിക്ക് ചെറിയ ഡൾ സ്കിന്നാണ്, അപ്പം ആ ഡൾ സ്കിന്നോണ്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് തോന്നണമെന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയും എനിക്ക് പാർട്ടിക്കൊക്കെ പോകാൻ കോൺഫിഡൻ്റ് ഇല്ല, അപ്പോൾ അതാണ് ഏറ്റവും വലിയ പെയിൻ പോയിൻ്റ്. അപ്പോൾ നമ്മൾ അതും നമ്മൾ കുറിച്ച് വെക്കുക. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് അവരുടെ ഡീപ്പ് പെയിൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏതൊരു പ്രോഡക്റ്റും കസ്റ്റമറുടെ പെയിനിൻ്റെ ഒരു സൊല്യൂഷനായിരിക്കണം. നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരാൾ പറഞ്ഞ് നല്ലതാണ്, നമ്മൾ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യരുത് കേട്ടോ. നമുക്കൊരു 50 ആൾക്കാരുടെ റിസൾട്ട് എന്തെങ്കിലും കിട്ടിയിട്ട് 50 ആൾക്കാരുകൾ നമ്മളോട് നല്ലത് പറഞ്ഞിട്ട് അതിൽ 1-2 ബാഡ് കമൻ്റ് ഉള്ളെങ്കിലും നമുക്കൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക. അതല്ലാതെ ഒരാളോ 2 ആളോ പറയുന്നതനുസരിച്ച് നമ്മളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യരുത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ആദ്യം പ്രോഡക്റ്റ് ഉണ്ടാക്കലല്ല, ആദ്യം നമ്മൾ പെയിൻ പോയിൻ്റ് മനസ്സിലാക്കുക, എന്നിട്ട് പ്രോഡക്റ്റിലേക്ക് ഇൻഗ്രീഡിയൻറ്റിലേക്കും നമ്മൾ തിരിയുക. വ്യക്തമായ കസ്റ്റമറുടെ പ്രോബ്ലത്തിന് സുരക്ഷിതമായ എളുപ്പവുമായ നൽകുന്ന ശക്തമായൊരു പ്രോഡക്റ്റ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആരാണ് ഇതിൻ്റെ കസ്റ്റമർ, എന്താണ് അവരുടെ മെയിൻ പെയിൻ പോയിൻ്റ്, അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആവർത്തിച്ച് നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മളൊരു സംരംഭകയാണെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? ആൾക്കാരെ കേൾക്കുക, എന്നിട്ട് അവരുടെ പ്രശ്നം മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ അവർക്ക് നമ്മൾ തയ്യാറാക്കി കൊടുക്കുക. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.